നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോലും ഇന്ത്യ താരമായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. സൗദിക്ക് പിന്നാലെ ഇപ്പോഴിതാ UAEയും ആ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അവസരങ്ങളുടെ പുതുയുഗത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ മെയ് 1 പ്രാബല്യത്തിൽ വരികയാണ്. കരാർ അനുസരിച്ച് 80% ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നതിനാൽ തന്നെ വില കുറയുമെന്നതാണ് പ്രധാന നേട്ടമെന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിലവിലെ $6000 കോടി നിന്ന്, അതായത് 4.5 ലക്ഷം കോടി രൂപയിൽ നിന്ന് 5 വർഷത്തിനകം $10,000 കോടി, അതായത് 7.5 ലക്ഷം കോടി രൂപ ആക്കുകയാണ് ലക്ഷ്യം. UAE വിദേശ വ്യാപാര സഹമന്ത്രി താനി അൽ സയൂദി ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 18 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശിയും UAE ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടന്ന വെർച്വൽ ഉച്ചകോടിക്ക് ശേഷം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മറിയും ഡൽഹിയിലാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലും പുതിയ വ്യാപാര നിക്ഷേപ തൊഴിലവസരങ്ങൾ തുറക്കാൻ കരാർ വഴിയൊരുക്കും. ഉഭയകക്ഷി ബന്ധത്തിലെ തന്നെ സുപ്രധാന നാഴികക്കല്ലാണ് ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് UAE. അറബ് ലോകവുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തിന് 40%വും UAEയുമായാണ്. ചരക്കുകൾ, സേവനങ്ങൾ, നിയമങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സംഭരണം, ബൗദ്ധിക സ്വത്തവകാശം, ഇ-കൊമേഴ്സ് തുടങ്ങിയ മേഖലകൾ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ആഫ്രിക്കയിലേക്കും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കുമുള്ള കവാടമായ UAEയുമായുള്ള കരാർ ഇരു രാജ്യങ്ങൾക്കുമേറെ ഗുണം ചെയ്യുന്നുണ്ട്. നേട്ടങ്ങൾ: 80% ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവ കുറയ്ക്കുന്നതോടെ തന്നെ കയറ്റുമതി വർദ്ധിക്കുകയും നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% വരെ വില കുറയുകയും ചെയ്യും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാടും കയറ്റുമതിയും വർദ്ധിക്കും. UAE കമ്പനികൾക്ക് ഇന്ത്യയിലും ഇന്ത്യക്കാർക്ക് UAEയിലും മുതൽ മുടക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കും. ഇന്ത്യക്കാർക്ക് UAEയിൽ നൂതന സാങ്കേതിക വിദ്യാ മേഖലയിൽ നിക്ഷേപത്തിന് അവസരമൊരുങ്ങും. ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, കാർഷിക സാങ്കേതിക വിദ്യ, ഉരുക്ക്, അലുമിനിയം തുടങ്ങിയവയുടെ ഉൽപാദന മേഖലകളിൽ പ്രത്യേക സാമ്പത്തിക മേഖലയും ഉണ്ടാകും. വസ്ത്രം, പ്ലാസ്റ്റിക്, സ്പോർട്സ് സാമഗ്രികൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചർ, ആഭരണങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്യും. വ്യാപാരികളുടെയും നിക്ഷേപകരുടെയും സംശയ നിവാരണത്തിന് വിദഗ്ധ സമിതിയെ നിയമിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മെയ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികളും ഉറ്റുനോക്കുന്നത്. എന്തായാലും നമുക്കും കാത്തിരുന്ന് കാണാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.